ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലിയും പെട്ടെന്ന് വന്നപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത മയണൈസ് ചിക്കൻ കറിയുടെ റെസിപ്പി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈസ് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും മയണൈസിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ചിക്കൻ ഒരു 2-3 തവണ കഴുകി വെച്ചതിന് ശേഷം വിനാഗിരി ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അതിലുള്ള ബ്ലഡൊക്കെ നല്ലപോലെ പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ സവാളയും കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലപോലെ അതിൻ്റെ ബ്ലഡൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. റൈസ് കുക്കറിലായതുകൊണ്ട് അതിലേക്കുള്ള കലം ചൂടാക്കിയിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ നെയ്യോ എടുക്കാം. ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ് ഈ സ്പൈസസൊക്കെ ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ്. സവാള ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് വലിയൊരു ക്യാരറ്റ് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു നാരങ്ങയുടെ പകുതിയിൽ നിന്നുള്ള നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ തിളപ്പിക്കാനായിട്ട് വെക്കാം. തിളച്ച് വരുന്ന സമയത്ത് 3 കപ്പ് അരി നല്ലപോലെ കഴുകി ഊറ്റിയെടുത്തതും കൂടെ ചേർത്തിട്ട് നമുക്കത് തിളക്കാനായിട്ട് മാറ്റി വെക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ മയണൈസ് ചിക്കൻ കറിയിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മയണൈസ് ചിക്കൻ കറിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കി 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നമുക്ക് ഈ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്കുള്ള മയണൈസ് ഉണ്ടാക്കുകയാണ്. 2 കോഴിമുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളിയും 1 നുള്ളു ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് തുറന്നപ്പോൾ കുറച്ചൊക്കെ ഒരു വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ തിക്കാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഓയിൽ ചേർത്തിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മയണൈസ് റെഡി ആയിട്ടുണ്ട്, അതവിടെ മാറ്റി വെക്കുകയാണ്. സവാള നല്ലപോലെ വളർന്നു വന്നപ്പോൾ 3/4 ടേബിൾ സ്പൂൺ സോയ സോസും 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മലയാളികൾക്കൊക്കെ കറിവേപ്പിലയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ്. അതും മയണൈസിൻ്റെ ടേസ്റ്റും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് ചെറിയ തീയിൽ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചിക്കനിൽ തന്നെ കിട്ടും കേട്ടോ. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇനി നെയ്ച്ചോറിലേക്ക് ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി അതുപോലെ തന്നെ വെക്കുകയാണ്. നമ്മൾ വിളമ്പുന്ന സമയത്താണ് കേട്ടോ എടുക്കുന്നത്. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിക്കാനായപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നപ്പോഴാണ് ഇവർ കുറേ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയപ്പം ഇറച്ചി പത്തിരിയൊക്കെ എടുത്ത് തരികയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചിക്കന് കുറച്ച് ചൂട് പോയ സമയത്ത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മയണൈസ് ചേർത്ത് മിക്സ് ചെയ്യുക. കുറച്ച് മുകളിലായിട്ട് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ മയണൈസ് ചിക്കൻ കറി റെഡി. അപ്പോൾ ചിക്കന് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് കോരുകയാണ്. അപ്പോൾ ഇവർ ഇറച്ചി പത്തിരി ഉണ്ണിയപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പം നമ്മൾ ഒറ്റയടിക്ക് തന്നെ തീർത്തിട്ടോ. ഞാൻ കുറച്ച് മുമ്പാണെങ്കിൽ ഇതുപോലെ സ്പൈസി ആയിട്ടുള്ള സ്നാക്സൊക്കെയാണ് ആദ്യം എടുത്ത് കഴിക്കുക. പക്ഷെ ഇപ്പോൾ എനിക്ക് മധുരമുള്ള സ്നാക്സാണ് ഇഷ്ടം. അപ്പോൾ ഇതാ ഇനി ചോറ് കഴിക്കാനുള്ള സമയമായി. മണിക്കൂട്ടനും റാസിമോനും നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നെയ്ച്ചോറ് ആദ്യം മക്കൾക്ക് കൊടുത്തു. അവരത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിലാക്സ് ആയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ വീഡിയോസിനായിട്ടൊന്ന് ഫോളോ ചെയ്യുക.